Hello. Welcome back to another vlog from My Flakes. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ പറയൂ. ബോബിയുടെ ബർത്ത്ഡേ ആണ്. ബോബി നമ്മുടെ സിസ്റ്റർ ആണ്. ബോബി സിസ്റ്റർ ആണ്. പുള്ളിക്കാരിക്ക് നമ്മൾ ചെറിയൊരു ബർത്ത്ഡേ പ്രാങ്ക് ആയിട്ട് സെറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് ഈ പ്രാങ്ക് പറ. പ്രാങ്ക് എന്താണെന്ന് വെച്ചാൽ സിസ്റ്ററിന്റെ ഒരു 3-4 വർഷം ബാക്ക് ഉള്ള ഒരു ഡ്രസ്സ് എടുത്ത് നമ്മള് ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ സംഭവം എനിക്ക് തോന്നുന്നില്ല ഈ ജന്മത്തിൽ കണ്ടുപിടിക്കണം. അലമാര മൊത്തം ഡ്രസ്സാണ്, പകുതി മുക്കാലും ഇടാറുമില്ല. പുറത്ത് ഞാൻ കണ്ടിട്ടില്ലല്ലോ കേട്ടോ ഇന്ന് ബാക്കിയുടെ ഡ്രസ്സ്. കണ്ടുപിടിച്ചാലും നമ്മള് പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പൊ ഒരുപാട് ഒരേ പ്രിന്റ് ഉള്ള ഡ്രസ്സ് ഒരുപാട് ഉണ്ടല്ലോ, നമുക്ക് മാറിപ്പോയതാണ്. കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കൂടി പോയി കഴിഞ്ഞാൽ ഇതേപ്പോ ഇതിന്റെ ഒരു ഇത് ഡ്രസ്സ് എനിക്ക് ഉള്ളത് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും പറയത്തുള്ളൂ, അല്ലാതെ അത്രയ്ക്ക് ചിന്തിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ആൾക്ക് കിട്ടുമ്പോൾ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ഇപ്പൊ കേക്ക് കട്ടിങ് ആണ്, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. കേക്ക് കട്ടിങ്. Happy birthday to you. Happy birthday to you. Happy birthday dear Bobby. Happy birthday to you. God bless. സെൽഫി എടുക്കാം. ഓക്കേ. അപ്പോൾ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ലാൻഡേൺ ഗ്രൂവിലേക്കാണ് പോയത്. ഫൈനലി ഞാൻ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് എന്തൊക്കെ ഗിഫ്റ്റ് കിട്ടി എന്നുള്ള ആകാംക്ഷയിൽ ചേച്ചി നേരെ ഓടി വീട്ടിലേക്ക് എത്തി. പുറത്തു പോയി ഞാൻ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. ഇത് മോളും ആദ്യം പൊട്ടിച്ചതാണ്. ഇത് നല്ല താങ്ക് യു സച്ചിൻ ചേട്ടാ. ഇതാണ് റിങ്. ആര് തന്നത്? കൊള്ളാം കൊള്ളാം. പഴയ ഇതുപോലത്തെ ഉണ്ടായിരുന്നോ? ഇത് ഉണ്ടായിരുന്നു ഇതുപോലത്തെ. അയ്യോ, നമ്മൾ നേവി ബ്ലൂ ആൻഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച്. ഇത് ഇത് നമ്മൾ മാക്സിന് എടുത്താ. ഇങ്ങനെ ഒരു ബ്രാൻഡ് ഇല്ല. ഇതേ ഉള്ളൂ. പിന്നെ നമ്മള് ചുമ്മാ പറഞ്ഞ മാക്സ് അല്ല, ഓൺലൈൻ ആയിരുന്നു. അല്ല, അത് മാക്സിൽ ഇല്ല, നമ്മള് മിന്ത്രയിലാണ് വാങ്ങിയത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് ബോബിയുടെ ഇല്ല, 5 ഡേ റിട്ടേൺ ഉണ്ട്. 5 ഡേ നമുക്ക് റിട്ടേൺ ആക്കാം. ഇതിനു വേണ്ടിയാണോ ഞാൻ ഇന്നലെ പാടുവിട്ട് അങ്ങ് വരെ പോയത്? ബോബി എന്തായാലും ഒന്ന് ചിരിക്കോ? ഇല്ല ഇല്ല, ഇതെന്റെ പഴയ ടോപ്പാണ്. നിങ്ങൾ വാങ്ങിച്ചു തരാം. നമുക്ക് എന്നിട്ട് റിട്ടേൺ ആക്കാം. റീഷൂട്ട് കട്ട് ചെയ്യല്ലേ? എന്നാലും ഞാൻ എക്സ്പ്രഷൻ ഒന്ന് എടുത്തോട്ടെ. ഹലോ ഗൈസ്,
മൈക്ക് എടുത്തിട്ടില്ല, അവിടെ ഞാൻ തീരെ പതുക്കെ പറഞ്ഞാൽ കേൾക്കാൻ ശരി, പറ്റില്ല. അപ്പൊ സംഭവം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ചേച്ചിക്ക് ഒരു ഹാൻഡ് ബാഗാണ് ഇഷ്ടം. അത് വേണമെന്ന് ഏകദേശം 1 മാസമായി നമ്മുടെ അടുത്ത് പറഞ്ഞോണ്ട് കിടക്കും. ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കും ഈ പാറ്റേൺ ആണ്, ഈ ബാഗാണ്, ഈ സൈസാണ്. അപ്പൊ നമ്മളത് വാങ്ങി റെഡിയാക്കി കാറിന്റെ ഡിക്കിയിൽ വെച്ചിട്ടുണ്ട്. അത് നമ്മളൊന്ന് പറ്റിക്കാൻ പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഒരു ഗിഫ്റ്റ് പോയി പറ്റിക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് പിടിച്ചു. പക്ഷെ ഇപ്പൊ വിശ്വസിച്ചു നമ്മൾ ഒരു വിധമൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് അതുപോലത്തെ പ്രിന്റ് ആയി പോയി. 4-5 കൊല്ലം സ്റ്റോപ്പ് കണ്ടിട്ട് അത് തൊട്ടിട്ടില്ലാത്ത വിശ്വസിച്ച് നമുക്ക് മാറിപ്പോയതാണെന്ന്. ഇപ്പൊ നമ്മള് ഒരു പുതിയ ഗിഫ്റ്റ് വാങ്ങാന്ന് പറഞ്ഞുകൊണ്ട് പോവാണ്. മനസ്സിലായില്ല? അങ്ങനെ അതാകുമ്പോ അങ്ങനെ കൂടെ കേട്ടപ്പോ വിശ്വസിച്ചു കേട്ടോ. ഗിഫ്റ്റ് കയ്യിൽ കിട്ടുമ്പോ എന്തായിരിക്കും ബർത്ത്ഡേ ഗേൾ വരുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ എക്സ്പീരിയൻസ്? ബർത്ത്ഡേ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് ഗിഫ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സോ നൈസ് ആയിരുന്നു. It was mind blowing. ഗിഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടല്ലേ? നിന്നെ സമ്മതിച്ചു കേട്ടോ. ഒന്നും കണ്ടില്ലായിരുന്നോ? ഇത് അഭിനയിച്ചാണോ ശരിക്കും? എനിക്ക് എന്റെ സംശയം തോന്നിട്ട് സീരിയസ് ആയിട്ട് കണ്ടില്ല. അതിലൊന്ന് നോക്കി ചെയ്തിട്ട് നീ കണ്ടില്ലേ? ഓ മൈ ഗോഡ്, ആബ്സെന്റ് മൈൻഡഡ് ആണ്. അയ്യോ പപ്പ അമ്മയും കൂടെ വന്നിട്ട് എപ്പം പറ്റിക്കാൻ പറ്റും. ആംഗിള് നൈസാണ്. എന്റെ പുത്രി കിടന്ന് വലിക്കുന്നത്. ഓക്കെ, മറ്റത് കിട്ടിയില്ല. അത് കിട്ടിയില്ല. അല്ലല്ല, അത് നമുക്ക് ഓർഡർ ചെയ്യാം. നീ ഇതിപ്പോ എടുത്തോ. ഇപ്പോൾ നല്ല വെളിച്ചമുണ്ട്, നല്ല വെളിവെള്ളം അരിപ്പുണ്ട്. കിട്ടിയല്ലോ, സന്തോഷമായ? നീ ഉദ്ദേശിച്ചത് തന്നെ കിട്ടിയല്ലോ. ഞാൻ കൊറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ബാഗായിരുന്നു ഇത്. നമ്മൾ ഇന്നലെ എല്ലാം പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചു. അപ്പോഴാണ് ഒരു ഐഡിയ വന്നത്, പഴയ ടോപ്പ് എടുത്ത്. എനിക്ക് ഇങ്ങനത്തെ പ്രാങ്ക് ഇഷ്ടമാണ്. ഞാൻ കണ്ടപ്പോഴേ പക്ഷെ കണ്ടുപിടിച്ചു. ഉള്ളിൽ കരഞ്ഞിട്ട് കരയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചുള്ളിൽ പോയി എടുത്ത് ഷോപ്പ് ചെയ്യാലോ എന്ന് എഴുതിയതായിരുന്നു. രാത്രി തരാനാണ് വിചാരിച്ചത്. പിന്നെ ഇത് നല്ല അവസരമായിട്ട്. ഹലോ, നമ്മള് ബർത്ത്ഡേ ഗേളുമായിട്ട് നമ്മള് ശംഖുമുഖത്ത്. ഇവിടെ അതിന്റെ കറക്റ്റ് പേരും കയറുന്നൂടാ. ഒരുപാട് പരിപാടികളുള്ളൊരു സ്ഥലമാണ് ശംഖുമുഖത്ത്. ഫിഷ് സ്പാ ചെയ്യുന്നു, മസാജ് ചെയ്യുന്നത്. ഇപ്പൊ ഈ കൊച്ചു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ബീച്ച് സൈഡിൽ നിന്ന്. ഇനി ഇതാണ് ബർത്ത്ഡേ. നേരെ കണ്ടില്ലെങ്കിൽ നേരെ കണ്ടിട്ടുണ്ടാവും. ശരി ഗൈസ്, അപ്പൊ നമുക്ക് ബർത്ത്ഡേ ഇഷ്ടപ്പെട്ടോ? ഇവരുടെ പ്രാങ്ക് അടിപൊളിയായിരുന്നു. പിന്നെ അങ്ങനെയല്ലേ എന്തായാലും സൂപ്പർ ആയിരുന്നു. ഈ ബാഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാണാൻ പറ്റുമോ? ഇനി കാണാൻ അപ്പൊ നമുക്ക് ഫിഷ് സ്പാ ചെയ്യാം. ഓക്കെ, ഓരോന്നോരോന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അന്നൊന്ന് കയറി നിന്ന് കുറച്ചും കൂടെ ഒന്ന് നീ ആണെന്ന് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു നിഴല് മാത്രം കാണാം.
സ്ട്രീറ്റ് ഷോപ്പിംഗ് ആരംഭിച്ചിരിക്കുന്നു. അടുത്ത കടയിലോട്ട് നമ്മൾ എത്തിയിരിക്കുന്നു. റൈഡറാണോ വെച്ചോ? കറക്റ്റ് കുറച്ച് റൈറ്റിലോട്ട് തിരിച്ചു. റൈഡർ ജോ കാർ ഓട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ നടന്നപ്പോൾ പൂച്ചക്കുട്ടിയെ കണ്ടു. എനിക്ക് തോന്നുന്നു ഇത് ആർക്ക് വേണോ വളർത്താൻ കൊണ്ടുപോകാം, ഫ്രീ ആണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫിഷ് സ്പാ ചെയ്യാൻ പോയി. എൻ്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു ഫിഷ് സ്പാ ചെയ്തത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നോക്കിക്കോ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും മസാജിങ് ചെയറിലായിരുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ കയറിയില്ല. ഇങ്ങോട്ട് നോക്കിക്കോളൂ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ഫ്ലെക്സ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.